പ്രാർത്ഥന എപ്പോഴും എല്ലാവർക്കും അനുഗ്രഹമാകുന്നു എന്നാണ് നാം പൊതുവെ ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാതിരുന്നിരുന്നുവെങ്കിൽ എന്ന് അതിനുള്ള മറുപടി ലഭിച്ചതിന് ശേഷം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും, ഇല്ലേ? ചോദിക്കുന്നതിനു മുൻപ് അപ്രകാരമുള്ള അപേക്ഷകൾ തിരിച്ചറിയുവാൻ സാധിക്കുന്നത് എങ്ങനെയെന്നറിയാമോ? ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സ്തോത്രത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കാമെങ്കിലും പ്രാർത്ഥന എന്നത് ആത്യന്തികമായി ദൈവഹിതം തിരിച്ചറിയുവാനുള്ള മുഖാന്തരമായിരിക്കണം. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതമാകുന്നു നമ്മുടെ ഇഷ്ടത്തെക്കാൾ ഉന്നതവും ശ്രേഷ്ഠവുമായത്. കാരണം നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം ശ്രേഷ്ഠമായതാകുന്നു ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുള്ളത്. ഹിസ്കിയാ രാജാവിൻ്റെ പ്രാർത്ഥനയും അതിൻ്റെ അനന്തരഫലങ്ങളുമാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 38ഉം 39ഉം അധ്യായങ്ങളാണവ. ഇസ്രായേലിലെ തെക്കേ രാജ്യമായ യഹൂദയെ ഭരിച്ചിരുന്ന നല്ല രാജാക്കന്മാരിൽ ഒരാളായിരുന്നു ഹിസ്കിയാവ്. ഹിസ്കിയ രാജാവ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു എന്ന് നാം കണ്ടു. അശൂർ രാജാവ് യെരുശലേമിനെ ആക്രമിക്കുവാൻ വന്നപ്പോൾ അവൻ യഹോവയുടെ ആലയത്തിൽ ചെന്നു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്നു എന്നും യഹോവയുടെ സന്നിധിയിൽ അശൂർ രാജാവിൻ്റെ ഭീഷണികളെ അവൻ നിവർത്തിവെച്ചു, പ്രാർത്ഥിച്ചു. അതാണ് നാം വായിച്ചത്, പഠിച്ചതും. യെശയ്യാ പ്രവചനം 38-ാം അധ്യായത്തിൽ ഹിസ്കിയ രാജാവിൻ്റെ ദീനം, പ്രാർത്ഥന, രോഗസൗഖ്യം എന്നിവയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അശൂർ സൈന്യം യെരുശലേമിനെ വളഞ്ഞപ്പോഴാണ് അവൻ പരുബാധിച്ചവനായി തീർന്നത് എന്ന കാര്യം ഓർത്തിരിക്കണം. അവൻ്റെ മരണത്തിൽ നിന്നുള്ള വിടുതൽ അശൂർ സൈന്യത്തിൻ്റെ നാശത്തിന് തൊട്ട് മുമ്പായിരിക്കണം നടന്നത്. അശൂര്യ സൈന്യം യെരുശലേമിനെ വളഞ്ഞു പിടിക്കുവാൻ ശ്രമിക്കുന്ന അവസരത്തിൽ ദൈവം തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. യെരുശലേമിൻ്റെ വിടുതലിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകനിൽ കൂടി അറിയിച്ചത് വിശ്വസിക്കുന്നതിന് അതവന് പ്രോത്സാഹനം നൽകുന്ന ഒരു കാര്യമായിരുന്നു. ഹിസ്കിയ രാജാവ് 29 സംവത്സരം യഹൂദയെ ഭരിച്ചു. ഈ സംഭവത്തിന് ശേഷം, അതായത് രോഗസൗഖ്യത്തിന് ശേഷം 15 വർഷക്കാലം ഹിസ്കിയാവ് ഭരണം നടത്തി. അതുകൊണ്ട് അവൻ്റെ ഭരണത്തിൻ്റെ 14-ാം ആണ്ടിലാണ് അവന് ദീനം പിടിച്ചത്. 36-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഹിസ്കിയ രാജാവിൻ്റെ 14-ാം ആണ്ടിൽ അശൂർ രാജാവായ സൻഹെരീബ് യഹൂദയിലെ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളുടെയും നേരെ പുറപ്പെട്ടു വന്നു, അവയെ പിടിച്ചു എന്നാണ്. അതായത് ഹിസ്കിയ രാജാവിൻ്റെ രോഗവും അശൂർ യെരുശലേമിനെ ആക്രമിച്ചതുമെല്ലാം ഒരേ വർഷത്തിലായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇനിയും യെശയ്യാ പ്രവചനം 38-ാം അധ്യായം നിങ്ങൾ എന്നോടൊപ്പം എടുക്കുമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഹിസ്കിയാവിന് ദീനം പിടിപെട്ടപ്പോൾ അവൻ ചെയ്തത് എന്താകുന്നു എന്ന് നോക്കാം. ഹിസ്കിയാവിന് രോഗം പിടിച്ചു. അവന് മരണകരമായ രോഗമാണ് ബാധിച്ചത്. അവൻ പരു ബാധിച്ചവനായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ അശൂർകാരിൽ നിന്നുള്ള പ്രശ്നവും വളരെയധികം ഉണ്ടായിരുന്നു. ഹിസ്കിയാവിൻ്റെ ദീനം ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ക്യാൻസറാകാം, കുഷ്ഠരോഗമാകാം. ഇതൊക്കെ ചിന്തിക്കുന്ന പല ആളുകളുണ്ട്. ആ കാലത്ത് അത് കൃത്യമായി പറയുവാൻ സാധിക്കുമായിരുന്നില്ലല്ലോ. എന്തായിരുന്നാലും വളരെ മാരകമായ രോഗമാണ് ഹിസ്കിയാവിന് പിടിപെട്ടത് എന്നത് വ്യക്തമാണ്. അവൻ മരണത്തോട് അടുത്ത് വന്നിരുന്നു. യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാവിൻ്റെ അടുത്ത് വന്ന് അവനോട്, നിൻ്റെ ഗ്രഹകാര്യം
ക്രമപ്പെടുത്തിക്കൊള്ളുക, നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറ. മരണവിധി യെശയ്യാവ് ഹിസ്കിയാവിനെ അറിയിച്ചു. ഈ മരണവിധി നമ്മുടെ ഓരോരുത്തരുടെയും മേലും ഇരിക്കുന്നു. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. സമയമോ ദിവസമോ നമുക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. നാം എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്നത്രേ. ദൈവം നിയമിച്ച തീയതിയാണത്. നമ്മുടെ ഓരോരുത്തരുടെയും മരണദിവസത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം നാം ശരിക്കും മുൻപോട്ട് നയിച്ചേനെയും. ജീവിത രീതിക്ക് തന്നെ മാറ്റം സംഭവിക്കുമായിരുന്നു. ഒരിക്കലൊരു യുവ പട്ടക്കാരന് ക്യാൻസർ രോഗം ബാധിച്ച് അത്യാസന്ന നിലയിലായി. അയാളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരുന്നു. അദ്ദേഹം തൻ്റെ സ്നേഹിതരിൽ ചിലർക്ക് ഒരു കത്തയച്ചു കൊടുത്തു. ആ കത്തിൽ ഇപ്രകാരം പറഞ്ഞിരുന്നു: അവസാനത്തെ ഈ ദിവസങ്ങളിൽ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. ഒരു ക്രിസ്തുവിശ്വാസി പെട്ടെന്ന് മരണവിധി അനുഭവിക്കേണ്ടി വരുമ്പോൾ വസ്തുമയമായ, അതായത് ഭൗതിക കാര്യങ്ങളെ അവൻ ശരിയായ രീതിയിൽ വിലയിരുത്തുവാൻ തുടങ്ങുന്നു. എൻ്റെ വീടും തോട്ടവും കണക്ക് ബുക്കുകളും എല്ലാം ഒരാഴ്ച മുമ്പ് എനിക്ക് വിലയേറിയതായി തോന്നിയതുപോലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല എന്ന്. വളരെ വാസ്തവമാണ്. മരണനിഴൽ താഴ്വരയിൽ കൂടി കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ ചിന്ത ഈ പറഞ്ഞതുപോലെയാണ്. ഈ ലോകത്തിലെ വസ്തുവകകളെക്കാൾ വളരെ വിലപ്പെട്ടതിനെ അവർ നോക്കുവാൻ ആരംഭിക്കും. ഇവിടെയുള്ളതിനോട് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ എവിടേക്ക് പോകുന്നുവോ അത് അതിപ്രധാനപ്പെട്ടതായ ഒരു കാര്യവുമായിരിക്കും. 2-3 വാക്യങ്ങളിൽ, 38-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ നാം കാണുന്നത്, അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. ഹിസ്കിയ രാജാവ് മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ അവൻ എന്താണ് ചെയ്തത് എന്ന് നോക്കുക. ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ചു യഹോവയോട് പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ ദൈവസന്നിധിയിൽ ചെന്ന് ഹൃദയം പകരുന്ന, പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഹിസ്കിയാവിനുണ്ടായിരുന്നു. ഇതിനു മുമ്പും അത് നാം കാണുന്നുണ്ട്. അവൻ്റെ രോഗം സൗഖ്യമാകയില്ല, അവൻ മരിച്ചു പോകുമെന്നറിഞ്ഞപ്പോഴും ഹിസ്കിയാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ഹിസ്കിയാവ് തൻ്റെ കാര്യം ദൈവത്തോട് പറഞ്ഞു. അവൻ തൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഏതെന്ന് മനസ്സിലാക്കിയാണ് പ്രാർത്ഥിച്ചത്. അതായത് ദൈവം മുൻപാകെ ഹിസ്കിയാവിന് നല്ല പ്രാഗൽഭ്യമുണ്ടായിരുന്നു. മോശയുടെ ന്യായപ്രമാണപ്രകാരം അത് ശരിയായ കാര്യവുമായിരുന്നു. ഹിസ്കിയാവ് വളരെ നല്ല മനുഷ്യനായിരുന്നു. അവൻ തന്നെക്കുറിച്ച് പറയുമ്പോൾ സ്വയപ്രശംസ നടത്തുകയായിരുന്നില്ല എന്നത്ര ഞാൻ മനസ്സിലാക്കുന്നത്. അതേ സുഹൃത്തെ, നമുക്കിന്ന് ദൈവം മുൻപാകെ പ്രശംസിക്കുവാനോ അവകാശപ്പെടുവാനോ ഒന്നും തന്നെയില്ല. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലുന്നതിന് പോലും വാസ്തവത്തിൽ യോഗ്യതയുള്ളവരല്ല എന്നത്രേ ഞാൻ മനസ്സിലാക്കുന്നത്. 4-5 വാക്യങ്ങളിൽ നാം കാണുന്നത്, എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, നിൻ്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിൻ്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഹിസ്കിയ രാജാവിൻ്റെ അപേക്ഷ ദൈവം അംഗീകരിച്ചു. എന്നിട്ട് ഉത്തരവും നൽകി. അവൻ്റെ ആയുസ്സിനോടുകൂടെ 15 സംവത്സരം കൂട്ടിക്കൊടുത്തു. ഹിസ്കിയാവിൻ്റെ നിമിത്തമല്ല, അവൻ്റെ പിതാവായ ദാവീദിൻ്റെ നിമിത്തമാണ് ദൈവം അപ്രകാരം ചെയ്തത്. അതെ സുഹൃത്തെ, ദൈവം ഇന്നും പ്രാർത്ഥന കേൾക്കുന്നു. അവൻ നമ്മുടെ നന്മയോ നമ്മുടെ ശ്രേഷ്ഠതയോ നിമിത്തമല്ല, ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തു നിമിത്തമാണ് ഇന്ന് അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത്. അതുകൊണ്ടാണ് നാം യേശുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട് നമ്മുടെ അപേക്ഷകൾ അറിയിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് എന്തപേക്ഷിച്ചാലും പിതാവ് ചെയ്തു തരും എന്ന്. അതെ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങളിൽ
കർത്താവ് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്നുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. യേശുവിൻ്റെ നാമത്തിൽ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ആവശ്യങ്ങളുമായി സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലാവുന്നതാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നാൽ യേശുവിൻ്റെ വ്യക്തിത്വത്തിന് യോജിക്കുന്ന അപേക്ഷകൾ അർപ്പിക്കുക എന്നാണ് അർത്ഥം. യേശുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നാം പിതാവായ ദൈവത്തോട് ചോദിക്കുന്നത് പോലെ, അതാണ് അവിടുത്തെ അർത്ഥം. യേശുവിൻ്റെ ഉദ്ദേശത്തിന്, യേശുവിൻ്റെ പ്രകൃതത്തിന്, അവൻ്റെ പൂർണ്ണതയ്ക്ക്, അവൻ്റെ മഹത്വത്തിന് ചേരുന്ന അപേക്ഷകൾ. യേശുവിലായിത്തീർന്നിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യുവാൻ സാധിക്കൂ എന്നുകൂടി ഞാൻ ഓർപ്പിക്കട്ടെ. അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊടുവിൽ യേശുവിൻ്റെ നാമത്തിലെന്ന് പറഞ്ഞാൽ അതല്ല ഇവിടുത്തെ അർത്ഥം. അത് യേശുവിൻ്റെ സ്ഥാനത്ത് നാം നിൽക്കുന്നത് നാം യേശുവിലാകുമ്പോൾ മാത്രമാണ്. ചിലപ്പോൾ അവൻ സൗഖ്യം തരും, ചിലപ്പോൾ സൗഖ്യം തന്നെന്നിരിക്കില്ല. തീരുമാനം അവൻ്റേതാണ്. എന്തായിരുന്നാലും അത് നമ്മുടെ നന്മയ്ക്കായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. 6-ാം വാക്യം നോക്കിക്കാട്ടെ. 6-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഈ നഗരത്തെ ഞാൻ കാത്ത് രക്ഷിക്കും. ഹിസ്കിയാവിന് മരണത്തിൽ നിന്നുള്ള വിടുതലും യെരുശലേമിനെ അശൂരിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നതും തമ്മിൽ ദൈവം ബന്ധപ്പെടുത്തിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുമ്പോൾ മറ്റ് പ്രാർത്ഥനകൾക്കും അവൻ മറുപടി നൽകും എന്നത് ഒരു ക്രിസ്തുവിശ്വാസിയെ ധൈര്യപ്പെടുത്തുന്ന കാര്യമാണ്. 7-8 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, യഹോവ താൻ അരുളി ചെയ്തത് ഈ കാര്യം നിവർത്തിക്കുമെന്നുള്ളതിന് യഹോവയുടെ പക്കൽ നിന്ന് ഇത് നിനക്കൊരു അടയാളമാകും. ആഹാസിൻ്റെ ഘടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നിഴലിനെ ഞാൻ 10 പടി പിന്നോക്കം തിരിയുമാറാക്കും. അങ്ങനെ സൂര്യൻ ഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന 10 പടി തിരിഞ്ഞു പോന്നു. താൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നതിന് ഉറപ്പായി ദൈവം അവനൊരു അടയാളം കൊടുത്തു. രാജാവ് ആവശ്യപ്പെട്ട അടയാളമാണ് അവന് നൽകിയത്. 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹൂദ രാജാവായ ഹിസ്കിയാവിന് രോഗം പിടിച്ചിട്ട് അത് മാറി സുഖമായ ശേഷം അവൻ എഴുതിയ എഴുത്ത്. ഹിസ്കിയാവ് സൗഖ്യം പ്രാപിച്ചപ്പോൾ ദൈവത്തെ പാടി സ്തുതിച്ച് പാടിയ പാട്ടാണ് 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. ഞാനത് വായിക്കുന്നില്ല. ആ പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ വളരെ അനുഗ്രഹകരമായിട്ടുള്ളൊരു പാട്ടാണ്. മരണത്തോട് സമീപിച്ച ഒരു വ്യക്തി മരണത്തെ സംബന്ധിച്ച് എഴുതിയ ഗീതമത്രേ ഇത്. ഈ സന്ദർഭത്തിൽ 116-ാം സങ്കീർത്തനവും ഹിസ്കിയാവ് എഴുതിയതാണെന്ന് അനേകർ വിശ്വസിക്കുന്നുണ്ട്. അത് കൃത്യമായി നമുക്ക് പറയുവാൻ സാധിക്കില്ല, സാധ്യതയുണ്ട്. 20-ാം വാക്യം ഞാനൊന്ന് വായിക്കാം, അത് ശ്രദ്ധിച്ചാട്ടെ. യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ജീവപര്യന്തം യഹോവയുടെ ആലയത്തിൽ തന്ത്രിനാദത്തോടെ എൻ്റെ ഗീതങ്ങളെ പാടും. ആ സമയത്ത് ഹിസ്കിയാവിൻ്റെ ഹൃദയം നന്ദിയുടെയും സ്തോത്രത്തിൻ്റെയും ഗാനം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഗീതങ്ങൾ പാടി. തൻ്റെ ആയുസ് നീട്ടിത്തരുവാൻ ഹിസ്കിയാവ് ദൈവത്തെ നിർബന്ധിച്ചത് ശരിയായിരുന്നോ എന്നൊരു ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. അനേകരും ചോദിക്കുന്ന ഒരു സംശയം അത്രേ ഇത്. 20-ാം വാക്യത്തിൽ നാം കാണുന്നത്, യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ജീവപര്യന്തം യഹോവയുടെ ആലയത്തിൽ തന്ത്രിനാദത്തോടെ എൻ്റെ ഗീതങ്ങളെ പാടുമെന്നത്രേ. ഈ പറഞ്ഞ സമയത്ത് ഹിസ്കിയാവിൻ്റെ ഹൃദയത്തിൽ സ്തുതിസ്തോത്രത്തിൻ്റെ വലിയ തിരതല്ലലുണ്ടായി. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള അവൻ്റെ പാട്ടിന് സംഗീതോപകരണങ്ങളുടെ അകമ്പടി ഉണ്ടായിരുന്നു. എന്നാൽ ഈ അനുഭവത്തിന് ശേഷം ഹിസ്കിയാവ് നിഗളിക്കുകയും തനിക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കുവാൻ ഒരുങ്ങുകയും ചെയ്തു. ദുഃഖകരമല്ലേ? ചരിത്രം ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദിനവൃത്താന്ത പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് 2 ദിനവൃത്താന്തം 32-25 വാക്യം. എന്നാൽ യെഹിസ്കീയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിനടുത്തവണ്ണം നടക്കാതെ നിഗളിച്ചു പോയി. അതുകൊണ്ട് അവൻ്റെ മേലും യഹൂദയുടെ മേലും യെരുശലേമിന്മേലും കോപമുണ്ടായി. ഹിസ്കീയാവ് തൻ്റെ ആയുസ് നീട്ടിക്കിട്ടുവാൻ അപേക്ഷിക്കേണ്ടിയില്ലായിരുന്നു എന്നുള്ളതിൻ്റെ
ഒരു തെളിവാകാം ഇപ്പോൾ ഞാൻ വായിച്ച ഈ ഭാഗം. അങ്ങനെ മറുപടി ലഭിച്ചത് അവനെ നിഗളത്തിലേക്ക് നയിച്ചു. ഈ സ്ഥാനത്ത് ഹിസ്കിയാവ് ചെയ്തത് ദൈവഹിതമായിരുന്നില്ല എന്നത് വ്യക്തമാണ്. ഇന്ന് അനേകരും ദൈവഹിതത്തിനപ്പുറം പിടിച്ചു വാങ്ങാനുള്ള ശ്രമത്തിലാണ്. ദൈവത്തിന്മേൽ സമ്മർദ്ദം ചെലുത്തി കാര്യം കാണുവാനുള്ള മനുഷ്യൻ്റെ പരക്കം പാച്ചിൽ നാം എല്ലായിടത്തും കാണുന്നു. ഒരിടത്ത് കിട്ടിയില്ലെങ്കിൽ അടുത്തടത്തേക്ക് പോകും. അത് മേടിച്ചു കൊടുക്കാമെന്ന് ഗ്യാരണ്ടി ചെയ്യുന്ന അനേകം ആളുകളുണ്ട് താനും. അതിന് ഉപാധിയായി പറയുന്നത് രോഗം എന്ന് പറയുന്നത് ദൈവഹിതമല്ല, അതിൽ നിന്നും രക്ഷപ്പെടണമെന്നുള്ളതാണ് ദൈവഹിതം എന്നത്രേ. അതുകൊണ്ട് രോഗസൗഖ്യം എങ്ങനെയും പിടിച്ചു വാങ്ങണമെന്ന് അനേകരും പറയുന്നു. ഇത് തികച്ചും ദുരുപദേശമാണ്. ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ രോഗം വന്നു എന്ന് വന്നേക്കാം. അത് ദൈവം അറിഞ്ഞും അനുവദിച്ചും വരുന്നതാണ്. അതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട് താനും. അത് നമ്മുടെ നന്മയ്ക്കുമാണ്. ഇത് അംഗീകരിക്കുവാൻ അനേകർക്കും മനസ്സില്ല. ഹിസ്കിയാവിനുണ്ടായതുപോലെ ഒരു അത്ഭുതം അനുഭവിച്ചതിന് ശേഷം ദൈവത്തിൽ നിന്നും അകന്നു പോകുമെന്നൊരു അപകടമുണ്ട്, മറക്കരുത്. അങ്ങനെ ഒരു അനുഭവം ഒരാളെ കർത്താവിലേക്ക് അടുപ്പിക്കുമെന്ന് താങ്കൾ ചിന്തിച്ചാൽ അനേകരുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, ഈ പറഞ്ഞതുപോലെയുള്ള അത്ഭുതം അനുഭവിച്ചിട്ടുള്ള അനേകരും അകന്നു പോയിട്ടേ ഉള്ളൂ. അടുത്ത അത്ഭുതം ആവശ്യമുള്ളപ്പോഴേ പിന്നെ അവർ അടുത്ത് വരൂ. തൻ്റെ ആയുസ് നീട്ടിത്തരുവാൻ ഹിസ്കിയാവ് പ്രാർത്ഥിച്ചത് ശരിയായിരുന്നോ? സമയം വന്നപ്പോൾ മരിച്ചാൽ പോരായിരുന്നുവോ? ഈ നീട്ടിക്കിട്ടിയ സമയത്താണ് യഹൂദ കണ്ടിട്ടുള്ളതിലേക്കും ദുഷ്ടനായ രാജാവ്, അതെ, ഹിസ്കിയാവിൻ്റെ മകൻ മനശ്ശെ പിറന്നത്. ആഹാബിൻ്റെയും ഇസബേലിൻ്റെയും തിന്മകൾ കൂട്ടിച്ചേർത്താൽ അതിലുമധികം തിന്മ പ്രവർത്തിച്ചവനായിരുന്നു ഹിസ്കിയാവിൻ്റെ മകൻ മനശ്ശെ എന്നാണ് എൻ്റെ പക്ഷം. മനശ്ശെയുടെ വാഴ്ചക്കാലത്താണ് ഷെക്കേന മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയതെന്ന് ഞാൻ കരുതുന്നു. ഇനിയും വരുവാനിരിക്കുന്ന പാപത്തിൻ്റെ മനുഷ്യനായ എതിർക്രിസ്തുവിനെ, അന്തിക്രിസ്തുവിനെ താരതമ്യം ചെയ്യാൻ പറ്റിയ വ്യക്തിയായിരുന്നു മനശ്ശെ. അവൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. 55 വർഷം അവൻ ആ രാജ്യം ഭരിച്ചു. നോക്കുക, ദൈവത്തിന് വേണ്ടി അല്ലാതെ സ്വയത്തിൻ്റെ സംതൃപ്തിക്കായി പിടിച്ചു പറിക്കുന്നത്, അത് ദൈവത്തിൽ നിന്ന് പിടിച്ചു പറിക്കുന്നത്, അത് ഒരിക്കലും ഗുണം ചെയ്യില്ല. അത് സമൂഹത്തിന് ദോഷമായി തീരും. മറന്നു പോകരുത്. രോഗസൗഖ്യവുമായി ബന്ധപ്പെട്ട് മരുന്ന് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ് 21, 22 വാക്യങ്ങളിൽ നാം കാണുന്നത്. ഹിസ്കിയാവിന് ഏത് വിധത്തിലാണ് ദൈവം സൗഖ്യം കൊടുത്തത്? യെശയ്യാവ് അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചോ? യെശയ്യാവ് ചെയ്തത് എന്താണെന്ന് 21 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ വായിക്കാം. എന്നാൽ അവന് സൗഖ്യം വരേണ്ടതിന് അത്തിപ്പഴക്കട്ട കൊണ്ടുവന്നു പരുവിന്മേൽ പുരട്ടുവാൻ യെശയ്യാവ് പറഞ്ഞിരുന്നു. വേറെ വിധത്തിൽ പറഞ്ഞാൽ, യാക്കോബ് തൻ്റെ ലേഖനത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന 2 കാര്യങ്ങൾ ഇവിടെ യെശയ്യാവ് ചെയ്തു. യാക്കോബ് അവിടെ പറയുന്നത്, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന എണ്ണ പൂശൽ മതപരമായതോ ആചാരപരമായതോ ഒന്നല്ല, സൗഖ്യത്തിനു വേണ്ടിയാണ്. അത് ഔഷധമാണ്. മൂപ്പന്മാർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ പ്രവാചകനിൽ കൂടിയും യാക്കോബ് അപ്പോസ്തലനിൽ കൂടിയും ദൈവം പറഞ്ഞിരിക്കുന്നത് ഒന്ന് തന്നെയാണ്. നിങ്ങൾ രോഗികളാകുമ്പോൾ പ്രാർത്ഥിക്കുക. അതോടൊപ്പം ദൈവഹിതപ്രകാരം അതിന് കണ്ടുപിടിക്കപ്പെട്ട പ്രതിവിധികൾ സ്വീകരിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യാതിരിക്കുന്നത് വിശ്വാസം കൂടുതലുള്ളത് കൊണ്ടാകുന്നു എന്ന് പറയരുത്. ഒരുപക്ഷെ നിങ്ങളുടെ ഭയം കൊണ്ടാകാം, പേടി കൊണ്ടാകാം. അത്രമാത്രം. നാം സാമാന്യ ബുദ്ധിയുള്ളവരായിരിക്കണമെന്നും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്, മറക്കരുത്. അത് തീർച്ചയായും ദൈവനാമ മഹത്വത്തിനായി തീരും എന്നതിൽ തർക്കമില്ല. 39 അധ്യായത്തിലേക്ക് പ്രവേശിച്ച് ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. നേരത്തെ അശൂര്യരായിരുന്നു യഹൂദയുടെ ശത്രു. എന്നാൽ ഈ ഭാഗത്ത് വരുമ്പോൾ ബാബേൽ യഹൂദയുടെ ശത്രുവായി തീരുന്നു. ഈ സമയം ബാബിലോൺ യൂഫ്രട്ടീസ് നദീതീരത്തുള്ള അശൂരിനെ കീഴടക്കുവാൻ കഴിയാത്ത ഒരു ചെറിയ പട്ടണം മാത്രമായിരുന്നു.
39 അധ്യായത്തിൽ ഹിസ്കിയ രാജാവിൻ്റെ ജീവിതത്തിലെ വലിയ ദോഷത്തെക്കുറിച്ചും അവൻ്റെ മാനുഷികമായ ബലഹീനതയെയും വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മീയ വിജയത്തിൻ്റെ ശേഷമാണ് ഏറ്റവും മോശമായ പരാജയം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുള്ളത് എന്ന കാര്യം മറക്കരുത്. യെശയ്യാപ്രവചനം 39 അധ്യായത്തിൻ്റെ 1 വാക്യം ഞാനൊന്ന് വായിക്കാം. ആ കാലത്ത് ബലദാൻ്റെ മകനായ മൊറോദക് ബലദാൻ എന്ന ബാബേൽ രാജാവ് ഹിസ്കിയാവിന് രോഗം പിടിച്ചിട്ട് സുഖമായി എന്ന് കേട്ടതുകൊണ്ട് അവന് എഴുത്തും സമ്മാനവും കൊടുത്തയച്ചു. മെരോദ്ക ബലദാൻ എന്ന ബാബേൽ രാജാവ്, മെരോദക് എന്നാൽ ശത്രു, എതിര് എന്നൊക്കെയാണ് അർത്ഥം. ബലദാൻ എന്നതിന് കർത്താവല്ല എന്നാണ് അർത്ഥം. ഈ രാജാവിൻ്റെ പിന്നിൽ ബാബിലോണിൻ്റെ സ്ഥാപകനായ നിമ്രോദാണ് ഉള്ളത് എന്നതിൽ സംശയമില്ല. അതുപോലെ ദൈവത്തിൻ്റെ പ്രധാന ശത്രുവും ഈ ലോകത്തിൻ്റെ ദൈവമെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പിശാചാണ് ഇവിടെയുള്ളത്, അല്ലെങ്കിൽ ഈ രാജാവിനോട് കൂടെയുള്ളത്. ഈ സ്ഥാനാപതികൾ ഹിസ്കിയാവിനെ സ്തുതിച്ചുകൊണ്ടുള്ള എഴുത്ത് ബാബേൽ രാജാവിൽ നിന്ന് കൊണ്ടുവന്നു. ബാബേൽ രാജാവ് നിന്നെക്കുറിച്ച് വളരെ ഉത്കണ്ഠയുള്ളവനായിരുന്നു, നീ രോഗിയായിരുന്നു എന്നും സൗഖ്യം പ്രാപിച്ചു എന്നും അദ്ദേഹം കേൾക്കുവാൻ ഇടയായി. അതുകൊണ്ട് നിങ്ങളോടൊപ്പം സന്തോഷിക്കുവാനായി ഒരു സമ്മാനം തന്നയച്ചിരിക്കുന്നു എന്നവർ ഹിസ്കിയാവിനോട് പറഞ്ഞു. 2 വാക്യം, ഹിസ്കിയാവ് അവരെക്കുറിച്ച് സന്തോഷിച്ചു. തൻ്റെ ഭണ്ഡാരഗ്രഹവും പൊന്നും വെള്ളിയും സുഗന്ധവർഗവും പരിമള തൈലവും ആയുധശാലയൊക്കെയും തൻ്റെ ഭണ്ഡാരത്തിലുള്ള സകലവും അവരെ കാണിച്ചു. തൻ്റെ രാജധാനിയിലും തൻ്റെ ആധിപത്യത്തിൽപ്പെട്ട സകലത്തിലും ഹിസ്കിയാവ് അവരെ കാണിക്കാത്ത ഒരു വസ്തുവും ഇല്ലായിരുന്നു. ആ സമയം ദാവീദും ശലോമോനും ശേഖരിച്ചു വച്ചിരുന്ന വലിയ സമ്പത്ത് അധികമൊന്നും നഷ്ടപ്പെട്ടിരുന്നില്ല. അതൊക്കെ ഹിസ്കിയാവിനുണ്ടായിരുന്നു. അവൻ തൻ്റെ സ്വർണവും വെള്ളിയുമെല്ലാം ബാബേൽ രാജാവ് അയച്ച പ്രതിനിധികളെ കാണിച്ചു. ദിനവൃത്താന്ത പുസ്തകത്തിൽ 2 ദിനവൃത്താന്തം 32 27 28 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഹിസ്കിയ രാജാവിന് അനവധി ധനവും മാനവും ഉണ്ടായിരുന്നു. അവൻ വെള്ളി, പൊന്ന്, രത്നം, സുഗന്ധവർഗം, പരിച, സകലവിധ മനോഹര വസ്തുക്കൾ എന്നിവയ്ക്കായി ഭണ്ഡാരഗ്രഹങ്ങളും ധാന്യം, വീഞ്ഞ്, എണ്ണ എന്ന അനുഭവങ്ങൾക്കായി പാണ്ഡികശാലകളും സകലവിധ മൃഗങ്ങൾക്കായി പുരകളും ആട്ടിൻകൂട്ടങ്ങൾക്ക് തൊഴുത്തുകളും ഉണ്ടാക്കി. രാജാക്കന്മാരുടെ 2 പുസ്തകം 20 അധ്യായത്തിൻ്റെ 13 വാക്യത്തിൽ നാം കാണുന്നത്, ഹിസ്കിയാവ് അവരുടെ വാക്ക് കേട്ടു. തൻ്റെ ഭണ്ഡാരഗ്രഹം മുഴുവനും പൊന്നും വെള്ളിയും സുഗന്ധവർഗവും പരിമള തൈലവും തൻ്റെ ആയുധശാലയും തൻ്റെ ഭണ്ഡാരങ്ങളിൽ ഉള്ളതൊക്കെയും അവരെ കാണിച്ചു. രാജധാനിയിലും തൻ്റെ ആധിപത്യത്തിലും ഹിസ്കിയാവ് അവരെ കാണിക്കാത്ത ഒരു വസ്തുവുമില്ലായിരുന്നു. ബാബിലോണിൽ നിന്ന് വന്ന പ്രതിനിധികളെ അവർ ചാരന്മാരായിരുന്നു എന്ന് മനസ്സിലാക്കാതെ ഹിസ്കിയാവ് അവരോട് ഇടപെട്ടു. ഹിസ്കിയാവ് ഏത് വിധം സ്വീകരിച്ചു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അവർ ഹിസ്കിയാവിന് രോഗസൗഖ്യം ആശംസിച്ചുകൊണ്ടുള്ള ഒരു കാർഡും ഒരു സമ്മാനവും ഒരു എഴുത്തും ബാബേൽ രാജാവിൻ്റെ വകയായി കൊണ്ടുവന്ന് കൊടുത്തു. അശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്നും ഭീഷണിക്കത്ത് ലഭിച്ചപ്പോൾ ഹിസ്കിയാവ് ചെയ്തത് ഓർക്കുന്നുണ്ടല്ലോ. അവൻ അത് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് നിവർത്തി വെച്ചു. എന്നാൽ ഇപ്പോൾ അവനത് മറന്നു. അന്ന് അവൻ അത് യഹോവയുടെ സന്നിധിയിൽ നിവർത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഹിസ്കിയാവ് ബാബേൽ രാജാവിൻ്റെ കത്ത് യഹോവയുടെ സന്നിധിയിൽ നിവർത്തുവാൻ തയ്യാറായില്ല, നിഗളിച്ചു. അവൻ രോഗസൗഖ്യം ലഭിച്ചതോടെ നിഗളമുള്ളവനായി. നിഗളം അവൻ്റെ ജീവിതത്തിൽ സ്ഥാനം പിടിച്ചിരുന്നു. അവർ അവനെക്കുറിച്ച് വളരെ മുഖസ്തുതി പറഞ്ഞു. അതുകൊണ്ട് ഹിസ്കിയാവ് ബാബേൽ രാജാവിൻ്റെ പ്രതിനിധികൾക്ക് രാജകീയമായ ഒരു സ്വീകരണം തന്നെ നൽകി. യെരുശലേം നഗരത്തിൽ അവരെ ഒരു വിനോദയാത്രയ്ക്ക് കൊണ്ടുപോയി. ശലോമോൻ ശേഖരിച്ചു വെച്ചിരുന്ന വലിയ സമ്പത്തെല്ലാം യെരുശലേമിലായിരുന്നു. ഹിസ്കിയാവ് ഈ സമ്പത്തൊക്കെ തൻ്റെ സന്ദർശകർക്ക് കാണിച്ചു കൊടുത്തു. അവൻ ഭോഷത്വം പ്രവർത്തിച്ചു. അവർ മടങ്ങിച്ചെന്ന് ഈ വിവരമെല്ലാം ബാബേൽ രാജാവിനെ അറിയിക്കുകയും ചെയ്തു. ബാബേൽ രാജാവ് ശക്തി പ്രാപിച്ചപ്പോൾ എവിടെ നിന്ന് സ്വർണവും വെള്ളിയും രത്നങ്ങളും തനിക്ക് ലഭിക്കുമെന്ന് മനസ്സിലാക്കിയിരുന്നു. ഹിസ്കിയാവ് വലിയ മഠയത്തരം കാണിച്ചു. യെശയ്യാ പ്രവാചകൻ ഈ കാര്യം അറിഞ്ഞു. 4 വാക്യത്തിൽ നാം വായിക്കുന്നത്,
അവർ നിൻ്റെ രാജധാനിയിൽ എന്തെല്ലാം കണ്ടു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവ്, എൻ്റെ രാജധാനിയിൽ ഉള്ളതൊക്കെയും അവർ കണ്ടു. എൻ്റെ ഭണ്ഡാരത്തിൽ ഞാൻ അവരെ കാണിക്കാത്ത ഒരു വസ്തുവുമില്ല എന്നുത്തരം പറഞ്ഞു. ഇതിൽ യാതൊരു കുഴപ്പവുമില്ല എന്നാണ് ഹിസ്കിയാവ് ചിന്തിച്ചത്. എന്നാൽ യെശയ്യാവ് അപകടം മണത്തു. ഹിസ്കിയാവ് ചെയ്തത് ഏറ്റവും ഭോഷത്വമായ കാര്യമായിരുന്നു. അവൻ ഒരിക്കലും തൻ്റെ നിക്ഷേപങ്ങൾ അപരിചിതർക്ക് കാണിച്ചു കൊടുക്കരുതായിരുന്നു, അതും ശത്രുരാജ്യത്തിന്. യെശയ്യാ പ്രവാചകൻ്റെ പ്രവചനം അക്ഷരികമായി നിവർത്തിയായതായി രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 24-ഉം 25-ഉം അധ്യായങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദാനിയേൽ പ്രവചനം 1-ാം അധ്യായത്തിലും നാം അത് വായിക്കുന്നു. ഇനിയും 39-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം കൂടി നമുക്ക് നോക്കാം. ഈ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യമാണല്ലോ. അതിന് ഹിസ്കിയാവ് യെശയ്യാവോട്, നീ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വചനം നല്ലത് എന്ന് പറഞ്ഞു. എങ്കിലും എൻ്റെ ജീവകാലത്ത് സമാധാനവും സത്യവും ഉണ്ടായിരിക്കുമല്ലോ എന്നും അവൻ പറഞ്ഞു. ഇവിടെ ഹിസ്കിയാവ് യെശയ്യാവിനോട് പറയുന്ന മറുപടി വളരെ വിചിത്രമായ ഒന്നാണ്. എൻ്റെ ആയുസ്സിൽ ഈ പറഞ്ഞ പ്രവചനം അല്ലെങ്കിൽ ഈ ദോഷം സംഭവിക്കുകയില്ല എന്നതിനാൽ ഞാൻ സന്തുഷ്ടനാകുന്നു എന്നാണ് ഹിസ്കിയാവ് വാസ്തവത്തിൽ പറഞ്ഞത്. അവൻ്റെ കാലത്ത് ഇത് സംഭവിക്കാത്തത് കൊണ്ട് അവന് സന്തോഷമായിരുന്നു. എന്നാൽ അവൻ്റെ മക്കളുടെയും കൊച്ചുമക്കളുടെയും അവസ്ഥ എന്താകും എന്നവൻ ചിന്തിച്ചില്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരു വ്യക്തിക്കുണ്ടാകുന്ന വിപത്തുകളാണ് ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ നാം കാണുന്നത്. അതുകൊണ്ട് ബുദ്ധിമുട്ടാണെങ്കിലും രോഗമാണെങ്കിലും പ്രയാസമാണെങ്കിലും ദൈവഹിതത്തിൽ നിൽക്കുവാൻ നാം നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു എങ്കിൽ അതാകുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. സ്വയം പരിശോധിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൽ നിന്ന് പിടിച്ചു വാങ്ങുന്ന പ്രാർത്ഥനയുടെ ഫലങ്ങൾ തലമുറകൾക്കും ദൈവരാജ്യത്തിനും വരുത്തി വയ്ക്കുന്ന വിനകളാകുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. സുബോധത്തോടെ പ്രാർത്ഥിക്കുവാൻ, ദൈവഹിതം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ നാം എത്ര ശ്രദ്ധാലുക്കളായിരിക്കണമെന്നാകുന്നു ഹിസ്കിയാവിൻ്റെ ചരിത്രം നമ്മെ ഉപദേശിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിന് പ്രസാദകരമായി തീരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.